ഹായ്, ഹലോ. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ലേ, ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോണത്, നമുക്കറിയാം ഹിന്ദിയിൽ കുറേ ഗ്രാമേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് സജ്ഞ എന്ന് പറയുന്നത്. സജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണാണ് അല്ലേ. അത് എത്ര ടൈപ്സ് ഉണ്ട്? 5 ടൈപ്സ് ആണ്. പക്ഷെ അതിന്റെ മുമ്പേ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ പേരാവാം, പിന്നെ സ്ഥലത്തിന്റെ പേരാവാം, സാധനങ്ങളുടെ പേരാവാം. അപ്പൊ അതിനൊരു ഡെഫിനേഷൻ ഉണ്ട് അല്ലെ. സജ്ഞ क्या होता है? संज्ञा किसी व्यक्ति, वस्तु, स्थान या प्राणियों के नाम को हम संज्ञा कहते हैं. किसी व्यक्ति, वस्तु, प्राणियों के नाम, उसमें जानवरों के नाम आते हैं, पक्षियों के नाम आ सकते हैं. ये सब संज्ञा होते हैं. ये कितने तरह के होते हैं? ഇത് എത്ര ടൈപ്സ് ആണുള്ളത്? 5 ടൈപ്സ് ആണ്. വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്, ദ്രവ്യവാചക് और സമൂഹവാചക്. നൗൺസ് എത്ര ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ 5 ടൈപ്സ് എന്ന് പറഞ്ഞു അല്ലെ. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? വ്യക്തിവാചക് ആയിരുന്നു. വ്യക്തിവാചക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ നൗൺ ആണ് അല്ലെ. വ്യക്തിവാചക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ജാതിവാചകോ? കോമൺ അല്ലെ. പ്രോപ്പർ നൗണായി, കോമൺ നൗണായി. അടുത്തത് നമുക്ക് ഭാവവാചക് ആയിരുന്നു. ഭാവവാചക് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഭാവവാചക് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ദ്രവ്യവാചക് പറഞ്ഞു അല്ലെ. ദ്രവ്യവാചക് എന്ന് പറഞ്ഞാൽ എന്തായി? മെറ്റീരിയൽ നൗൺ ആണ്. ദ്രവ്യവാചക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ്. പിന്നെയോ ലാസ്റ്റ് വണ്ണാണ് നമുക്ക് എന്ത്? സമൂഹവാചക് എന്ന് പറഞ്ഞത്. സമൂഹവാചക് എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് നൗൺ ആണ്. റൈറ്റ്. അപ്പം നൗൺസ് എത്ര ടൈപ്സ് ഉണ്ട്? 5 ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തിവാചകാണ്, പ്രോപ്പർ നൗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ പേരാവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു മോണ്യുമെന്റിന്റെ പേരാവാം. എല്ലാം സ്പെസിഫിക് ആയിട്ടായിരിക്കും. ഒറ്റൊന്ന് മാത്രമേ വരുള്ളൂ. ജാതിവാചക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോമൺ നൗൺ നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ഗ്രൂപ്പിനെ, ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരിപ്പം റിവേഴ്സ് അല്ലെ. ഒരു റിവറിനെ പറയുമ്പം അത് എന്തിലേക്ക് മാറി? വ്യക്തിവാചകായിട്ട് മാറി. പക്ഷേ നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞ എല്ലാ റിവറും കൂടെ വരുമ്പം അത് എന്തായിട്ട് മാറുകയാണ്? ജാതിവാചകാണ്. ഓക്കെ. ബോയ്സ്, ബോയ് അല്ല, ബോയ്സ് ഒരു ഗ്രൂപ്പാണ് അല്ലെ. മൂന്നാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? ഭാവവാചകാണ്. നമ്മളുടെ ഫീലിങ്സ് ആണത് അല്ലെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫീലിങ്സിനെയാണ് നമ്മൾ. പക്ഷെ അതിൽ എന്ത് വരാം? ക്വാളിറ്റിയും കൂടെ വരാം അല്ലെ. ഏക് അച്ഛാ ലഡ്ക, ക്വാളിറ്റീസും കൂടെ അതിൽ. പിന്നെ ഒരാളുടെ ഏജ്, ബൂഢ, ബച്പൻ, അതൊക്കെ എന്തിലാണ് വരുന്നത്? നമ്മളുടെ ഭാവവാചക് ഫീലിങ്സിന്റെ കൂടെയാണ് നമ്മൾ പറയണത്. ഓക്കെ. ക്വാളിറ്റി. ഓക്കെ. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്രവ്യവാചകാണ്. ദ്രവ്യവാചക് എന്ന് പറഞ്ഞാൽ എന്താ? മെഷർമെന്റ്സ് എന്ന് നമ്മൾ പറയും അല്ലെ. അതിപ്പോ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ കിലോഗ്രാംസിൽ പറയണം, ഇല്ലെങ്കിൽ എന്താണ്? നമ്മള് കിലോമീറ്റേഴ്സ് ആയിട്ട് പറയണം. ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് ഇത്ര ലിറ്റേഴ്സ് ആയിട്ടുള്ള എണ്ണ അടിക്കണം എന്ന് പറയണം, ഓയിൽസ്, റൈറ്റ്. അതൊക്കെ വരുന്നത് നമ്മളുടെ ദ്രവ്യയിലാണ്. ദ്രവ്യവാചക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു മെറ്റീരിയൽ ആണ് അല്ലെ. അത് കൗണ്ടബിൾ ആയിട്ടുണ്ട്, അൺകൗണ്ടബിൾ ആയിട്ടും ഉണ്ട്. ഓക്കെ. ലാസ്റ്റ് വരുന്നതായിരുന്നു സമൂഹവാചക്. അതാണ് ഗ്രൂപ്പായിട്ട് വരുന്നത്. മറ്റേത് ഞാൻ പറഞ്ഞു ജാതിവാചകം സമൂഹവാചകിലും. എന്താ ജാതി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ ഗ്രൂപ്പായിട്ട് പറയണം. പക്ഷെ ഇവിടെ സമൂഹം വരുമ്പം ഒരു ഗ്രൂപ്പാണ്, പക്ഷെ അത് ക്രൗഡിലാവാം. ഇപ്പം എന്താണ്? ഝുണ്ട്, ഹാത്തിയും കാ ഝുണ്ട് അല്ലെ, അതും ഗ്രൂപ്പാണ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, അതൊക്കെ എന്തിലാണ് വരുന്നത്? സമൂഹവാചകിലാണ്. താങ്ക് യു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.